അകാലത്തിൽ പൊലിഞ്ഞുപോയ സിദ്ധാർത്ഥ് വേണുഗോപാലിന്റെ മരണവാർത്തയറിഞ്ഞ് ഞെട്ടിയവരാണ് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർ. എന്നാൽ കഴിഞ്ഞ 2 വർഷമായി അപൂർവമായ ക്യാൻസർ രോഗത്തോട് പോരാടിയിരുന്ന സിദ്ധാർത്ഥ് തന്റെ വേദനകളൊന്നും പുറത്തു പറഞ്ഞിരുന്നില്ല. സീരിയൽ മേഖലയിലെ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ സിദ്ധാർത്ഥിന്റെ രോഗവിവരം അറിയുമായിരുന്നുള്ളൂ. ഒടുവിൽ കഴിഞ്ഞ 2 വർഷമായി അനുഭവിച്ചിരുന്ന വേദനകളെല്ലാം അവസാനിപ്പിച്ച് ഇന്നലെ മരണത്തിലേക്ക് പോയ സിദ്ധാർത്ഥിന്റെ മൃതദേഹം ഇപ്പോൾ സംസ്കാരത്തിന് ആശുപത്രി മോർച്ചറിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ചങ്കുലയ്ക്കുന്ന കാഴ്ചകൾക്കാണ് പ്രിയപ്പെട്ടവർ സാക്ഷ്യം വഹിച്ചത്. നടി സീമാജി നായരും ആൻമരിയയും അടക്കം നിരവധി താരങ്ങൾ മോർച്ചറിക്ക് പുറത്ത് സിദ്ധാർത്ഥിന്റെ മൃതദേഹം കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. മോർച്ചറിയിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവന്ന സിദ്ധാർത്ഥിനെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞാണ് അനിയത്തി അവിടേക്ക് എത്തിയത്. ചേട്ടാ, കുറെ വേദന സഹിച്ചില്ലേ എന്ന് പറഞ്ഞ് ഏങ്ങലടിച്ചു കരയുകയായിരുന്നു സിദ്ധാർത്ഥിന്റെ പ്രിയപ്പെട്ട അനുജത്തി. 2 പേർ ചേർന്ന് താങ്ങിപ്പിടിച്ചിരുന്ന അനിയത്തിയെ സാന്ത്വനിപ്പിക്കുവാൻ പാടുപെടുകയായിരുന്നു പ്രിയപ്പെട്ടവർ. ഇന്നലെയാണ് സിദ്ധാർത്ഥിന്റെ മരണം സംഭവിച്ചത്. തൃശൂർ ചാലക്കുടിയിലെ വീട്ടിലേക്കാണ് സിദ്ധാർത്ഥിന്റെ മൃതദേഹം കൊണ്ടുപോകുന്നത്. അച്ഛനും അമ്മയും അനുജനും അനുജത്തിയും അടങ്ങുന്ന കുടുംബമായിരുന്നു സിദ്ധാർത്ഥിൻ്റേത്. എന്നാൽ കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ അച്ഛൻ മരിച്ചു. സഹോദരിയെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം സിദ്ധാർത്ഥായിരുന്നു കുടുംബത്തിന്റെ നട്ടെല്ല്. അതിനിടെയാണ് സിദ്ധാർത്ഥ് ഒട്ടേറെ സ്വപ്നങ്ങളുമായി സീരിയൽ ലോകത്തേക്കും കയറിയത്. എന്നാൽ കരിയറിലും സ്വകാര്യ ജീവിതത്തിലുമെല്ലാം ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ബാക്കിയാക്കി സിദ്ധാർത്ഥിന്റെ ജീവിതം അവസാനിച്ചപ്പോൾ നെഞ്ചുപൊട്ടി വിങ്ങുകയാണ് അവന്റെ പ്രിയപ്പെട്ടവരെല്ലാം. സിനിമയിൽ കയറണം, പ്രണയിച്ച് വിവാഹം കഴിക്കണം, ബിഗ് ബോസിൽ പോകണം, അങ്ങനെ സ്വപ്നങ്ങൾ ഏറെയായിരുന്നു സിദ്ധാർത്ഥിന്. എന്നാൽ അതിനിടെയാണ് ന്യൂറോ എൻഡോക്രൈൻ കോശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അപൂർവവും സങ്കീർണവുമായ ക്യാൻസർ സിദ്ധാർത്ഥിനെ ബാധിച്ചത്. ന്യൂറോ എൻഡോക്രൈൻ കാർസിനോമ എന്ന രോഗത്തിനാണ് സിദ്ധാർത്ഥ് ചികിത്സ തേടിയത്. സ്വപ്നങ്ങളും മോഹങ്ങളും ഏറെയായിരുന്നു സിദ്ധാർത്ഥ് വേണുഗോപാൽ എന്ന സീരിയൽ നടന്. സ്കൂൾ കാലം മുതൽക്കേ ആരംഭിച്ച നാടകവേദികളിലൂടെ സീരിയലിലേക്ക് എത്തുകയായിരുന്നു. ചേട്ടനും നടനും നിർമ്മാതാവുമൊക്കെയായ അരുൺ ഘോഷിന്റെ കൈപിടിച്ചായിരുന്നു സിദ്ധാർത്ഥിന്റെ സീരിയൽ രംഗത്തേക്കുള്ള വരവ്. എന്നാൽ കരിയറിൽ ചുവടുറപ്പിച്ച് നിൽക്കാൻ സാധിക്കും മുന്നേ ശരീരത്തിലുണ്ടായ അസഹ്യമായ വേദനകൾ അപൂർവമായ ക്യാൻസർ രോഗത്തിന്റെ ലക്ഷണങ്ങളാണെന്ന് തിരിച്ചറിയുകയായിരുന്നു. തന്റെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീണ നിമിഷമായിരുന്നു സിദ്ധാർത്ഥിന് ആ കാലം. എങ്കിലും എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നോട്ട് കയറാൻ സാധിക്കുമെന്ന് ആ ചെറുപ്പക്കാരൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും സ്നേഹവും എല്ലാം തനിക്ക് തുണയാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു സിദ്ധാർത്ഥിന്. എന്നാൽ ആ പ്രാർത്ഥനകളെല്ലാം വിഫലമാക്കിക്കൊണ്ടാണ് ഇപ്പോൾ മരണത്തിന്റെ വഴിയെ സിദ്ധാർത്ഥ് പോയിട്ടുള്ളത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.